പ്രിയപ്പെട്ടവരെ, താ ഇത് കണ്ടോ, നെല്ലിമരങ്ങളുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. 100 കണക്കിന് നെല്ലിമരങ്ങൾ ഏക്കർ കണക്കിന് സ്ഥലത്തായിട്ട് ഇവിടെ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുകയാണ്. പന്തലിച്ച് വെറുതെ നിൽക്കുകയല്ല, നല്ല കായഫലമായിട്ട് നിൽക്കുകയാണ്. കേരളത്തിലോട്ട് വരാനുള്ള എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളുമായിട്ട് നിൽക്കുകയാണ്. ഇത് ഇവിടുന്ന് കേരളത്തിൻ്റെ വിപണിയിലേക്ക് എന്തായാലും ഇതെത്തും. കാരണം കേരളത്തിൽ തന്നെയാണ് ഇതൊക്കെ വിറ്റുമാറ്റിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലാണ് ഞങ്ങളുള്ളത് കേട്ടോ. തമിഴ്നാട്ടിലൊരു പ്രത്യേകത അറിയാമല്ലോ, തമിഴ്നാട്ടിൽ എന്തും വിളയും. തമിഴ്നാട്ടിൽ മാത്രമേ എന്തും വിളയൂ എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മുടെ പോക്ക്. കാര്യം കൃഷി എന്ന് പറയുന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞൊരു സംഭവമാണ്. അതുകൊണ്ടാണ് അവരെന്ത് വെച്ചാലും ഇതുപോലെ കായ്ക്കുന്നത്. തമിഴ്നാട്ടിൽ വന്നിട്ട് നമ്മൾ ഈ നെല്ലിക്ക വാങ്ങാൻ ശ്രമിച്ചപ്പോഴും കേരളത്തിൽ അതേ വില തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ അവർ നമ്മുടെ നാട്ടിലേക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്. നല്ല വലുപ്പത്തിൽ കായ്ച്ചിട്ടുണ്ടേ. എനിക്ക് തോന്നുന്നു ഒരു 10 അടി ഹൈറ്റിലൊക്കെയുള്ള വെറും 5 അടി ഹൈറ്റ് തൊട്ട് 10 അടി ഹൈറ്റ് വരെയുള്ള മരങ്ങളാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇത് നെല്ലിമരത്തിന് മാത്രം ആയിട്ടുള്ള ഒരു കൃഷിയിടം അല്ല. ഇവിടെ കൂടുതലും കാറ്റാടി യന്ത്രങ്ങളാണ് ഇരിക്കുന്നത്. കാറ്റാടിയുടെ ഉപയോഗം അറിയാമല്ലോ, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി. ഓരോ കാറ്റാടി യന്ത്രങ്ങൾക്കിടയിലും ട്രാൻസ്ഫോമറുകളൊക്കെ വെച്ചിട്ട് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നത് വളരെ വാണിജ്യകരമായിട്ടാണ്. നല്ല രീതിയിൽ സാമ്പത്തികപരമായിട്ട് അവർ ഉന്നതമായ രീതിയിൽ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ സ്ഥലത്തും ഓരോ തരത്തിലുള്ള പ്രത്യേകമായ കൃഷികൾ. ഇത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നമ്മുടെ മനസ്സും കണ്ണും ഒരുപോലെ നിറയ്ക്കുന്ന കാഴ്ചകൾ. ഇതുപോലുള്ള എക്സ്പീരിയൻസ് നിങ്ങൾക്കൊക്കെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റുകൾ എഴുതാം. നിങ്ങൾ എവിടേക്കാണ് യാത്ര ചെയ്തിരിക്കുന്നത്? ഇതുപോലുള്ള യാത്രകൾ നമ്മളും ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഈ കാണുന്ന കണ്ടില്ലേ, ഓരോ കൊലയിലും ഒരു 1 കിലോ 2 കിലോയ്ക്ക് മേലെ നമുക്ക് ഒരൊറ്റ കട്ടിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന തരത്തിലാണ് ഇങ്ങനെ പിടിച്ച് പന്തലിച്ച് കിടക്കുന്നത്. എന്ത് രസമായ കാഴ്ചയാണ്. രാവിലെ ഒരു 6 മണി 7 മണി സമയമാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ 7 മണി സമയത്ത് ഇങ്ങനൊരു കാഴ്ച കാണാൻ സാധിച്ചു. യാത്രയിലിടയിലാണ് നമ്മളിത് കാണുന്നത്. നല്ല നല്ല നെല്ലിക്ക ഉപ്പും കൂട്ടി കഴിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മധുരം ഉണ്ടല്ലോ, എന്ത് രസമാണല്ലേ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ കുട്ടിക്കാലത്തെ നമ്മൾ ചെയ്ത് ശീലിച്ച ഒരു സംഭവം. അപ്പോൾ നെല്ലിക്ക വാങ്ങി ഉപ്പും കൂട്ടി കഴിച്ചതിന് ശേഷം വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അതുപോലെ തന്നെയാണ് ഈ മരങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സന്തോഷം. അത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും മറ്റു വീഡിയോകളൊക്കെ ആയിട്ട് വരും. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ തൊഴിലിടങ്ങളിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ, ഒരുപാട് യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ, ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.